നമസ്കാരം. അപ്പോൾ നമ്മൾ ആദ്യത്തെ എപ്പിസോഡിൽ അഷ്യൂർ ആക്റ്റീവ് ഡയറക്ടറിയുടെ ഒരു ഓവർവ്യൂ എല്ലാം പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇനി നമുക്ക് അഷ്യൂർ ആക്റ്റീവ് ഡയറക്ടറിയെ കുറിച്ച് പഠിക്കാനായിട്ട് അതിൻ്റെ ഡെമോസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അക്കൗണ്ടിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരു ഫ്രീ ട്രയൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഫ്രീ ട്രയൽ അക്കൗണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിന് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന്, നമുക്ക് നോർമലായിട്ട് അഷ്യൂർ ഫ്രീ ട്രയൽ അക്കൗണ്ട് എന്നുള്ള രീതിയിൽ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളുടെ ഇമെയിൽ ഐ ഡി, മൊബൈൽ നമ്പർ, പിന്നെ ഒരു വാലിഡിറ്റി ആയിട്ട് ഒരു ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്തിട്ട് ഒരു അഷ്യൂർ ഫ്രീ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഷുവറായിട്ടും അത് കാശ് പോകില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളൊരു ഫ്രീ ട്രയൽ അക്കൗണ്ടാണ് അതിൽ ആക്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രീ ട്രയൽ അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ഒരു ഫ്രീ ട്രയൽ എന്നുള്ള സബ്സ്ക്രിപ്ഷനാണ് നമുക്ക് കിട്ടുന്നത്. ആ ഫ്രീ ട്രയൽ എന്നുള്ള സബ്സ്ക്രിപ്ഷൻ നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് പേയ്മെൻറ്റ് ഓട്ടോ ഡെബിറ്റ് ആവുകയുള്ളൂ. അല്ലാതെ ഒരിക്കലും നമ്മുടെ കാശ് പോവില്ല. പിന്നെ മറ്റൊരു ഓപ്ഷൻ ഉള്ളത്, നമുക്ക് ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ ഒരു ഫോൺ നമ്പർ വെച്ച്, ഒരു വാലിഡ് ഫോൺ നമ്പർ മാത്രം വെച്ചുകൊണ്ട് നമുക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ ക്രിയേറ്റ് ചെയ്യുന്നതിന് നമുക്ക് പക്ഷേ ഒരു സബ്സ്ക്രിപ്ഷൻ ഉണ്ടാവില്ല. അതിൻ്റെ ഒരു ലിമിറ്റേഷൻ ആ അക്കൗണ്ടിന് ഉണ്ടാവും. മാത്രമല്ല, നമുക്ക് വിർച്വൽ മെഷീനോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ക്രിയേറ്റ് ചെയ്യാനുള്ള പെർമിഷൻ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതിലുണ്ടാവില്ല. ഓൺലി നമുക്ക് ആക്റ്റീവ് ഡയറക്ടറിയെ ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ മാത്രമേ ഇതിൽ നമുക്ക് പെർമിഷൻ ഉണ്ടാവുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ ആക്റ്റീവ് ഡയറക്ടറിയിൽ ചില ലിമിറ്റേഷൻസും ഈ അക്കൗണ്ടിന് നിങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഫേസ് ചെയ്തേക്കാം. അപ്പോൾ ആ രണ്ട് ടൈപ്പ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമുക്കൊരു അഷ്യൂർ ഫ്രീ ട്രയൽ അക്കൗണ്ട് നമ്മുടെ നോർമൽ രീതിയിൽ എല്ലാ വിർച്വൽ മെഷീനും എല്ലാ ഫെസിലിറ്റിയും അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫ്രീ ട്രയൽ സബ്സ്ക്രിപ്ഷൻ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ആദ്യം നമുക്ക് നോക്കാം. അതിനുവേണ്ടി നിങ്ങളുടെ ബ്രൗസറിൽ വന്നിട്ട് അഷ്യൂർ ഫ്രീ ട്രയൽ അക്കൗണ്ട് എന്ന് ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ക്രിയേറ്റ് യുവർ അഷ്യൂർ ഫ്രീ അക്കൗണ്ട് ടുഡേ എന്ന് പറഞ്ഞിട്ട് ഒന്നാമത്തെ പൊസിഷനിലായിട്ട് തന്നെ കിട്ടും. മാക്സിമം പോയ രണ്ടാമത്തെ പൊസിഷനിലായിട്ട് തന്നെ നമുക്കിത് കിട്ടും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യാം, ആ ലിങ്ക് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഫ്രീ ട്രയൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പേജിലേക്കാണ് നമ്മളെ ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ പേജ് പോകുമ്പോൾ നമുക്ക് ഫ്രീ ട്രയലിൻ്റെ സർവീസിൻ്റെ ഡീറ്റെയിൽസൊക്കെ കാണാൻ പറ്റും. അതായത് നമുക്ക് ഒരു 30 ഡേ ഫ്രീ ട്രയലാണ് നമുക്ക് കിട്ടുന്നത്. ആ ഫ്രീ ട്രയൽ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 12 months പോപ്പുലർ സർവീസസ് ഫ്രീ ഉണ്ട്. അതായത് കുറച്ച് സർവീസസ് പോപ്പുലർ ആയിട്ടുള്ള കുറച്ച് സർവീസസുകളുണ്ട്. അതൊരു 12 മാസത്തോളം നമുക്ക് ഫുൾ ടൈം ഫ്രീ ആയിരിക്കും. പിന്നെ ഒരു 40-ലധികം സർവീസുകളുണ്ട്. അത് ഓൾവേസ് ഫ്രീ ആണ്. അതായത് നമ്മൾ ഭാവിയിൽ സബ്സ്ക്രിപ്ഷൻ മാറ്റി വേറെ സബ്സ്ക്രിപ്ഷൻ യൂസ് ചെയ്യുന്ന സമയത്തും ഈ സർവീസുകൾക്ക് ഈ ഒരു 40 പരം സർവീസുകൾക്ക് നമ്മൾ ചാർജ് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് ഫുൾ ടൈം ഫ്രീ ആയിരിക്കും. പിന്നെ ഈ ഒരു 30 ദിവസത്തേക്ക് അഷ്യൂർ നമുക്ക് ഇതൊന്ന് യൂസ്ഡ് ടു ആവാൻ, അത് ചെയ്ത് പഠിക്കാനോ അല്ലെങ്കിൽ അതിന് അവരുടെ സർവീസ് എക്സ്പീരിയൻസ് ചെയ്യാനോ ഒക്കെ വേണ്ടിയിട്ട് അഷ്യൂർ നമുക്കൊരു $200 ക്രെഡിറ്റ് ആയിട്ട് തരുന്നുണ്ട്. അത് നമ്മുടെ ഈ ഫ്രീ ട്രയലിൻ്റെ കൂടെയാണ് അവർ തരുന്നത്. അതായത് ഒരു ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 14,500 രൂപ നമുക്ക് അവർ അഷ്യൂർ ക്രെഡിറ്റ് ആയിട്ട് തരും. ആ ഒരു പൈസക്കുള്ള എന്ത് സർവീസ് വേണമെങ്കിലും നമുക്ക് ഈ ഒരു ഫസ്റ്റ് 30 ഡേയ്സിൽ നമുക്ക് യൂസ് ചെയ്യാം. അതിൻ്റെ ബേസിസിൽ ഒരു പേയ്മെൻറ്റും വരില്ല. അത് ഈ ക്രെഡിറ്റിൽ നിന്ന് കുറയേ ഉള്ളൂ. ഇപ്പോൾ ഒരു പക്ഷേ നമ്മൾ ഈ ക്രെഡിറ്റ് എല്ലാം യൂസ് ചെയ്ത് കഴിഞ്ഞു എന്ന് വിചാരിക്കുക. ഞാൻ ഈ 14,500 രൂപ ഒരു 15 ദിവസം കൊണ്ട് എല്ലാ മറ്റ് പല സർവീസുകളും ആക്ടിവേറ്റ് ചെയ്തിട്ട് തീർത്തെന്ന് വിചാരിക്കുക. അങ്ങനെയാകുമ്പം എൻ്റെ കയ്യിൽ നിന്ന് കാശ് പോകുമോ എന്നുള്ളൊരു ചോദ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ പേടിക്കേണ്ട. നമ്മൾ ഈ ഫ്രീ ട്രയൽ എന്നുള്ള സബ്സ്ക്രിപ്ഷൻ മാറ്റി പേ ആസ് യു ഗോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സബ്സ്ക്രിപ്ഷനിലേക്ക് മാറ്റിയെങ്കിൽ മാത്രമേ നമ്മുടെ പൈസ പോവുകയുള്ളൂ. ഈ ഒരു ട്രയൽ അക്കൗണ്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് 30 ദിവസത്തേക്ക് ഫ്രീ ആയിരിക്കും വിത്ത് 14,500. ആദ്യം ഈ 14,500 തീരുവാണെങ്കിലോ അല്ലെങ്കിൽ ഈ 30 ദിവസം തീരുന്നത് ഏതാണോ ആദ്യം, ആ സമയം തൊട്ട് നമ്മുടെ ഈ ഒരു സബ്സ്ക്രിപ്ഷൻ ഡീആക്റ്റീവ് ആയിരിക്കും. പിന്നെ നമ്മൾ മാനുവലി ചേഞ്ച് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് സർവീസുകളൊക്കെ യൂസ് ചെയ്യാൻ പറ്റുക. അപ്പം ബാക്കി ഡീറ്റെയിൽസ് ഉണ്ട്, ഏതൊക്കെയാണ് നമുക്ക് 12 months ആൻഡ് 40+ സർവീസസ് ഓൾവേസ് ഫ്രീ ഉള്ളത്. അങ്ങനെ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഈ വെബ് പേജിൽ താഴെ നമുക്ക് ചെക്ക് ചെയ്ത് കാണാൻ പറ്റും, ഏതൊക്കെയാണ് സർവീസ് എന്നുള്ളതൊക്കെ. അപ്പോൾ നമ്മൾ അതൊക്കെ നിങ്ങൾ ടൈം കിട്ടുമ്പോൾ നോക്കുക. നമ്മളിപ്പോൾ അതിലേക്ക് കൂടുതൽ പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി നമുക്കൊരു ഫ്രീ ട്രയൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ സ്റ്റാർട്ട് ഫ്രീ എന്ന് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ പേ ചെയ്തിട്ട് ഫസ്റ്റ് ഒരു ഓർഗനൈസേഷൻ അവർക്ക് പേ ആസ് യു ഗോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുകയാണെങ്കിൽ അവർക്ക് പേ ആസ് യു ഗോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ നമ്മളിപ്പോൾ ഫ്രീ ട്രയലാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്, അതുകൊണ്ട് സ്റ്റാർട്ട് ഫ്രീ ക്ലിക്ക് ചെയ്യാം. ഇനി നമ്മുടെ ഒരു മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് വെച്ചിട്ട് നമ്മളിവിടെ സൈൻ ഇൻ ചെയ്യണം. അപ്പോൾ ഓൾറെഡി ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ ഒരു മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ഞാൻ എൻ്റെ ഒരു മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് വെച്ച് ഇവിടെ ലോഗിൻ ചെയ്യുകയാണ്. ഇനി ഈ ഒരു ഏരിയയിൽ നമ്മുടെ പേര്, കൺട്രി അല്ലെങ്കിൽ റീജിയൻ നമ്മൾ ആദ്യം സെലക്ട് ചെയ്യണം.
അതിനുശേഷം നമ്മുടെ പേര്, ലാസ്റ്റ് നെയിം, ഇമെയിൽ അഡ്രസ്സ് ഇതെല്ലാം ഓട്ടോമാറ്റിക് വരും. പിന്നെ നമ്മളുടെ മൊബൈൽ നമ്പർ ഇവിടെ നമ്മൾ എൻ്റർ ചെയ്യണം. വേറെ മൊബൈൽ നമ്പറാണ് നമ്മൾ ഐഡൻറ്റിറ്റിക്ക് വേണ്ടി ചെയ്യുന്നതെങ്കിൽ നമ്മളിവിടെ ടിക്ക് ഇട്ടിട്ട് ആ നമ്പർ എൻ്റർ ചെയ്യണം. ഇപ്പോൾ ഞാൻ ഇതേ സെയിം മൊബൈൽ നമ്പറാണ്, അതുകൊണ്ട് ടെക്സ്റ്റ് മീ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഒരു SMS വരും. എന്നിട്ട് വെരിഫൈ ചെയ്യുക കോഡ്. അതിനുശേഷം നമ്മുടെ അഡ്രസ്സ് ഇവിടെ എൻ്റർ ചെയ്യണം. സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. പോസ്റ്റൽ കോഡ് ഇവിടെ എൻ്റർ ചെയ്യുക. 2 ലൈസൻസ് അഗ്രിമെൻറ്റ് ആക്സെപ്റ്റ് ചെയ്യുക. നെക്സ്റ്റ് കൊടുക്കുക. ഇതിനുശേഷം ഇവിടെ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് കൊടുക്കുക. അതിനുശേഷം ഫുൾ എല്ലാം വെരിഫൈ ചെയ്തതിന് ശേഷം സൈനപ്പ് കൊടുക്കുക. അപ്പോൾ അതിനുശേഷം ഒരു നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ OTP വെരിഫൈ ചെയ്യാനുണ്ടാവും. ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ബാങ്കിൽ നിന്നൊരു മെസ്സേജ് വരും, ഓട്ടോ പേ ആക്ടിവേറ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് മാൻഡേറ്റിൻ്റെ ഒരു മെസ്സേജൊക്കെ വരും. അത് കണ്ട് പേടിക്കണ്ട, കാരണം നമ്മുടെ സബ്സ്ക്രിപ്ഷൻ ഫ്രീ ട്രയൽ ആയിരിക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ ബാങ്കിൽ നിന്ന് പൈസയൊന്നും പോവില്ല. നമ്മൾ പിന്നെ ഇത് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ 1-2 രൂപ അവർ വെരിഫിക്കേഷൻ കോസ്റ്റായിട്ട് എടുക്കുന്നുണ്ട്. അത് റീഫണ്ട് ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സിലൂടെ പോകുമ്പോഴാണ് നമുക്ക് ഫ്രീ ട്രയൽ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഒരു ഫ്രീ ട്രയൽ സബ്സ്ക്രിപ്ഷനോട് കൂടി നമുക്കൊരു അഷ്വർ പോർട്ടലിൽ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നത്. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ, ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ഓപ്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ഒരു ലിങ്ക് ഞാനിത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ ഒരു ലിങ്ക് എടുത്ത് ബ്രൗസറിൽ പേസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം എൻ്റർപ്രൈസ് മൊബിലിറ്റി പ്ലസ് സെക്യൂരിറ്റി E5 ട്രയൽ. ഇതൊരു അഷ്വർ ആക്റ്റീവ് ഡയറക്ടറി, മൈക്രോസോഫ്റ്റ് ഇൻറ്റ്യൂൺ എന്നീ സർവീസുകളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫ്രീ ട്രയലാണ്. ഇതിൽ നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾക്ക് അഷ്വർ ആക്റ്റീവ് ഡയറക്ടറിയുടെ, ഇൻറ്റ്യൂണിൻ്റെ ഒക്കെ ഒരു സർവീസുകൾ ട്രയലായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിനൊരു 30 days 90 days ഫ്രീ ട്രയലാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യാന്ന് വെച്ചാൽ, ഇവിടെ ഒരു വാലിഡ് ഇമെയിൽ അഡ്രസ്സ് വേണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഏത് ഇമെയിൽ അഡ്രസ്സ് വേണമെങ്കിലും കൊടുക്കാം, ഇല്ലാത്തൊരു ഇമെയിൽ അഡ്രസ്സ് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ പറയുന്നു ഈ ഒരു പേരിൽ, ഈ ഒരു മെയിൽ ID-ക്ക് ഈ ഒരു അക്കൗണ്ട് ഒന്നും ഇല്ല, അപ്പോൾ പുതിയത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ഫുൾ നെയിം ABC, മിഡിൽ നെയിം ഓപ്ഷനിലാണ്, വേണമെന്നില്ല. ലാസ്റ്റ് നെയിമും ABC. ബിസിനസ് ഫോൺ നമ്പർ, ഈ ഫോൺ നമ്പർ നമ്മൾ കൊടുക്കുന്നത് വാലിഡ് ഫോൺ നമ്പർ ആയിരിക്കണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഈ ഫോൺ നമ്പറിലേക്ക് നമുക്കൊരു SMS വരും. കമ്പനി നെയിം കൊടുക്കുക, XYZ. കമ്പനിയുടെ സൈസ്, എത്രത്തോളം എംപ്ലോയീസ് ഉള്ള കമ്പനിയാണെന്ന്, ആസ് യു വിഷ് യു ക്യാൻ ഗിവ്. പിന്നെ നമ്മുടെ കൺട്രി സെലക്ട് ചെയ്യുക. നെക്സ്റ്റ്. ഇപ്പോൾ ഈ മൊബൈൽ നമ്പറിലേക്ക് നമുക്ക് വെരിഫിക്കേഷൻ കോഡ് അയക്കും. വെരിഫിക്കേഷൻ കോഡ് അയക്കാൻ വേണ്ടിയിട്ട് സെൻഡ് വെരിഫിക്കേഷൻ കോഡ്, വന്ന വെരിഫിക്കേഷൻ കോഡ് ടൈപ്പ് ചെയ്യാം. വെരിഫൈ കോഡ്. ഇവിടെ നിങ്ങൾക്ക് ഡൊമൈൻ നെയിം കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ വരും. ഈ ഡൊമൈൻ നെയിം എന്നത് ഉദ്ദേശിക്കുന്നത്, നമ്മളിപ്പോൾ മെയിൽ അഡ്രസ്സൊക്കെ നമുക്ക് കിട്ടുന്ന സമയത്ത് ഇപ്പോൾ ഒരു @gmail.com, @outlook.com ഇതുപോലുള്ള മെയിൽ അഡ്രസ്സ്, ഇപ്പോൾ ഒരു കമ്പനിയുടെ ബേസിസിൽ നോക്കുകയാണെങ്കിൽ ഓരോ കമ്പനിക്കും അവരുടെ പേരിലൊരു ഡൊമൈൻ നെയിം ഉണ്ടോ മെയിൽ അഡ്രസ്സിന്. അതുപോലുള്ള ഡൊമൈൻ നെയിമാണ് ഇവിടെ ചോദിക്കുന്നത്. പക്ഷേ ഈ ഒരു കേസിൽ നമ്മൾ ഫ്രീ ട്രയലാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ അഷ്വർ തരുന്ന ഡീഫോൾട്ട് ആയിട്ടുള്ള ഡൊമൈൻ നെയിം മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. അതെങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഏത് പേര് കൊടുത്താലും ആ പേരിൻ്റെ കൂടെ .onmicrosoft.com ഉണ്ടാവും. ഞാനിവിടെ കൊടുക്കുന്നു മാറാല, എന്നിട്ട് സേവ് ചെയ്യാണ്. യെസ്, അത് അവൈലബിൾ ആണ്. അപ്പോൾ മാറാല .onmicrosoft.com ആണ് ഇപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന ഡൊമൈൻ. യൂസർ നെയിം, ഈ യൂസർ നെയിം നമുക്ക് ഈ യൂസർ നെയിം ആയിരിക്കും അഡ്മിനിസ്ട്രേറ്റർ. അഷ്വറിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഗ്ലോബൽ അഡ്മിനിസ്ട്രേറ്റർ എന്നാണ് പറയുക. ഈ ഗ്ലോബൽ അഡ്മിനിസ്ട്രേറ്റർക്കാണ് അഷ്വറിൽ ഫുൾ പ്രിവിലേജ് ഉള്ളത്. അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കാം. ഞാൻ അഷ്വർ അഡ്മിൻ എന്നുള്ളൊരു പേര് കൊടുത്തു. അതിൻ്റെ പാസ്വേഡ് ഇവിടെ കൊടുക്കാം. പാസ്വേഡ് ഓർത്ത് വെക്കാൻ മറക്കരുത്. പാസ്വേഡ് കൺഫേം ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് ടിപ്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ ടിക്ക് ഇടുക. എനിക്ക് വേണ്ട, അതൊക്കെ ഞാൻ അൺചെക്ക് ചെയ്യാണ്. എന്നിട്ട് നെക്സ്റ്റ് അടിച്ചു. ഇപ്പോൾ നമ്മുടെ കൺഫർമേഷൻ ഡീറ്റെയിൽസ് ആണ് ഇവിടെ ഉള്ളത്. നമ്മുടെ അഡ്രസ്സ് ലൈൻ ഒന്നുകൂടെ കൊടുക്കാൻ പറയുന്നു. അഡ്രസ്സ് കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുക, മെയിൽ അഡ്രസ്സ്, എന്നിട്ട് സേവ് ചെയ്യാം. ഡീറ്റെയിൽസ് എല്ലാം വെരിഫൈ ചെയ്തിട്ട് സേവ് ചെയ്യാം. ഇപ്പോൾ ഒരു ടാക്സ് ID കൊടുക്കാൻ പറയുന്നുണ്ട്. ഞാനിവിടെ ഫുൾ 0s ഇട്ടിട്ട് സേവ് ചെയ്യാണ്. ഓക്കെ, അപ്പം നമ്മുടെ എൻ്റർപ്രൈസ് മൊബിലിറ്റി പ്ലസ് സെക്യൂരിറ്റി E5ൻ്റെ ട്രയൽ ഇവിടെ ഓക്കെയാണ്. ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് കൊടുക്കുക. അപ്പം നമ്മളെ admin.microsoft.comൻ്റെ വെബ്സൈറ്റിലേക്ക് എടുക്കും. എന്നുള്ള യൂസർ നെയിം അഷ്വർ അഡ്മിൻ യൂസർ നെയിം വെച്ചിട്ട് ഞാൻ ലോഗിൻ ചെയ്യാണ്.
ഇപ്പോൾ admin.microsoft.com എന്നുള്ള മൈക്രോസോഫ്റ്റിൻ്റെ അഡ്മിൻ പോർട്ടലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇതുപോലെ തന്നെ മൈക്രോസോഫ്റ്റിൻ്റെ ആക്റ്റീവ് ഡയറക്ടറി പോർട്ടലും ഉണ്ട്. മൈക്രോസോഫ്റ്റ് പോർട്ടലിനെ കുറിച്ചെല്ലാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പരിചയപ്പെടാം. ഇപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഫ്രീ ട്രയൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എൻ്റർപ്രൈസ് മൊബിലിറ്റി പ്ലസ് സെക്യൂരിറ്റി E5 ട്രയൽ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു വാലിഡ് മൊബൈൽ നമ്പർ മാത്രം മതി, വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ നമുക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാം. പക്ഷേ എന്നാൽ അഷ്യൂർ ഫ്രീ ട്രയൽ എന്നുള്ള അഷ്യൂറിൻ്റെ വെബ്സൈറ്റ്, മൈക്രോസോഫ്റ്റിൻ്റെ വെബ്സൈറ്റ് ത്രൂ നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ, മൈക്രോസോഫ്റ്റിൻ്റെ അക്കൗണ്ട് പ്ലസ് ഒരു ക്രെഡിറ്റ് കാർഡ് ആവശ്യമുണ്ട്. അതിലൊരു ഫ്രീ ട്രയൽ സബ്സ്ക്രിപ്ഷൻ നമുക്ക് അതിൻ്റെ കൂടെ തരും. പക്ഷേ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മറ്റ് അഷ്യൂർ റിസോഴ്സസ് ലൈക്ക് വിർച്വൽ മെഷീൻ ആണെങ്കിലും വിർച്വൽ നെറ്റ്വർക്ക് ആണെങ്കിലും ഇനിയും ലോഡ് ബാലൻസർ, ട്രാഫിക് മാനേജർ, അങ്ങനെ മൈക്രോസോഫ്റ്റിൻ്റെ എല്ലാ സർവീസും നമുക്ക് ആ സബ്സ്ക്രിപ്ഷൻ വെച്ചിട്ട് 30 ദിവസം യൂസ് ചെയ്യാം. പ്ലസ് അവരൊരു 14,500 ക്രെഡിറ്റ് തരുന്നുണ്ട്. ആ ക്രെഡിറ്റ് നമുക്ക് ഈ 30 ദിവസത്തിൻ്റെ ഉള്ളിൽ ഏത് സർവീസ് വേണമെങ്കിലും യൂസ് ചെയ്യാനുള്ള ക്രെഡിറ്റാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.